നമസ്കാരം. അധികാരത്തിന്റെ താക്കോൽ കൂട്ടവും നിയമങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന കസേരകളും ഇന്നും പുരുഷന്റെ കൈകളിൽ ഭദ്രമാണ് എന്നിരിക്കെ ഇന്ത്യയിൽ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് ചില കോണുകളിൽ നിന്ന് മുറവിളി ഉയരുന്നത് വൈരുദ്ധ്യങ്ങളുടെ ഒരു പൊള്ളുന്ന ചിരി തന്നെയാണ്. വിവാദപരമായ പ്രസ്താവനകളിലൂടെ ശ്രദ്ധ നേടാറുള്ള രാഹുൽ ഈശ്വറിനെ പോലുള്ള വ്യക്തികൾ സ്ത്രീകൾക്ക് നിയമം ഉറപ്പുവരുത്തുന്ന പരിരക്ഷകളെ, പ്രത്യേകിച്ചും ഗാർഹിക പീഡന നിരോധന നിയമം പോലുള്ള സുരക്ഷാ കവചങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അവർ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് ഒരു നഗ്ന സത്യമാണ്. സമൂഹത്തിന്റെ ഏറ്റവും മുകൾ തട്ടിൽ നിന്നും താഴെ തട്ടിലേക്ക് ഇന്നും അധികാര ശ്രേണികളെ നിയന്ത്രിക്കുന്നത് പുരുഷാധിപത്യമാണ്. ചില സ്ത്രീകൾ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന ഒറ്റപ്പെട്ട വാദങ്ങളെ പെരുപ്പിച്ചു കാണിച്ച് ലക്ഷക്കണക്കിന് അതിജീവിതകൾക്ക് നീതി നേടാൻ സഹായിക്കുന്ന നിയമ സംവിധാനങ്ങളെ മൊത്തത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ഇത്തരത്തിലുള്ള ശ്രമം യഥാർത്ഥത്തിൽ പുരുഷന്റെ മേധാവിത്വം ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു യാഥാസ്ഥിതിക ചിന്തയുടെ പ്രതിഫലനം തന്നെയാണ്. ഇന്നും ബഹുഭൂരിപക്ഷം സാധാരണക്കാർക്കിടയിലും വീടിന്റെ അധികാരി എന്നും കുടുംബത്തിന്റെ രക്ഷാധികാരി എന്നും പുരുഷനാണ് കണക്കാക്കപ്പെടുന്നത്. സ്ത്രീയുടെ സ്ഥാനം അവന് കീഴിൽ അവന്റെ സംരക്ഷണത്തിൽ ഒതുങ്ങേണ്ട ഒന്നാണ് എന്ന ചിന്ത ആഴത്തിൽ വേരൂന്നിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ ഇരയാക്കുന്നു എന്ന വാദം ഉന്നയിക്കുമ്പോൾ പുരുഷാധിപത്യത്തിന്റെ ഘടനാപരമായ പിന്തുണയില്ലാത്ത ദുർബല വിഭാഗമായുള്ള സ്ത്രീക്ക് നിയമം നൽകുന്ന ആശ്വാസത്തെയാണ് യഥാർത്ഥത്തിൽ ഇവർ ആക്രമിക്കുന്നത്. രാഹുൽ ഈശ്വർ നിരന്തരം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് പുരുഷ കമ്മീഷൻ സ്ഥാപിക്കണം എന്ന കാര്യം. ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ പലപ്പോഴും മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച കേസുകളിൽ നിലവിലെ നിയമങ്ങൾക്ക് സ്ത്രീക്ക് അനുകൂലമായി നിലകൊള്ളുന്നു എന്നും ഇത് പലപ്പോഴും പുരുഷന്മാർക്കെതിരെ തെറ്റായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഈ ആവശ്യത്തെ ഇതിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. ഗാർഹിക പീഡന നിരോധന നിയമങ്ങൾ, സ്ത്രീധന നിരോധന നിയമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്നിവയെല്ലാം പുരുഷന്മാർ തെറ്റായി പ്രതി ചേർക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നും ഇത്തരത്തിൽ നിയമപരമായ ദുരുപയോഗം, അതായത് ലീഗൽ മിസ്യൂസ് നേരിടുന്ന പുരുഷന്മാർക്ക് അവരുടെ ഭാഗം കേൾക്കാനും അതുപോലെ തന്നെ നീതി ഉറപ്പാക്കാനും വേണ്ടി ഒരു പ്രത്യേക സംവിധാനം ആവശ്യമാണ് എന്നുമാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അദ്ദേഹത്തിന്റെ മാത്രമല്ല, അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവരുടെയും. നിലവിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും വനിതാ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, വിവേചനങ്ങൾ എന്നിവയിൽ ഇടപെടാനും അതുപോലെ തന്നെ അവർക്ക് നിയമസഹായം നൽകാനും ഈ കമ്മീഷനുകൾക്ക് അധികാരമുണ്ട്. എന്നാൽ പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വിവാഹ ബന്ധങ്ങളിലെ തർക്കങ്ങൾ, കുടുംബ കേസുകൾ, കള്ളക്കേസുകളിൽ പ്രതികളാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ എന്നിവയിൽ അവർക്ക് പ്രത്യേകമായിട്ട് ആശ്രയിക്കാൻ ഒരു സംവിധാനം ഇല്ല എന്നതാണ് പുരുഷ കമ്മീഷൻ വാദികളുടെ പ്രധാന പരാതി. ഒന്ന് ശ്രദ്ധിക്കണേ, അവരുടെ പരാതി എന്താണെന്ന്. ഈ ആവശ്യം ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും അതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒന്നാമത്തത് നിയമപരമായ തുല്യതയാണ്. ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും തുല്യനീതിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. പുരുഷന്മാർക്ക് അവരുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിലവിൽ സിവിൽ, ക്രിമിനൽ കോടതികളും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ള മറ്റ് സംവിധാനങ്ങളും നിലവിലുണ്ട്. നിയമത്തിന്റെ ദുരുപയോഗം പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾ ഉൾപ്പെടെ ആർക്കും സംഭവിക്കാവുന്നതാണ്. അതിന് നിയമപരമായ പരിഹാരമാണ് കാണേണ്ടത്, അല്ലാതെ ഒരു പ്രത്യേക കമ്മീഷൻ അല്ല എന്ന വാദം ശക്തമാണ്. ഇനി ലിംഗനീതിയിലെ മുൻഗണന പറയാം. ചരിത്രപരമായും സാമൂഹ്യപരമായും സ്ത്രീകൾ പലപ്പോഴും വിവേചനം നേരിടുന്ന ഒരു സമൂഹത്തിൽ അവർക്ക് കൂടുതൽ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാ കമ്മീഷനുകൾ സ്ഥാപിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇന്നും ഒരു സാമൂഹിക യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളുടെ പ്രസക്തി കുറയ്ക്കുന്ന ഒരു നീക്കമായി പുരുഷ കമ്മീഷൻ എന്ന ആവശ്യം ചിലർ കാണുന്നുണ്ട്. അടുത്തത് ആവശ്യകതയുണ്ടോ എന്ന ചോദ്യമാണ്. പുരുഷന്മാർ കൂട്ടായി അതിക്രമങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമോ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങൾ തീർത്തും അപര്യാപ്തമായ ഒരു സാമൂഹിക പശ്ചാത്തലമോ ഇവിടെ ഉണ്ടോ എന്ന ചോദ്യവും വിമർശകർ ഉന്നയിക്കുന്നുണ്ട്. ഒരു പുരുഷന് നീതി നിഷേധിക്കപ്പെട്ടാൽ അയാൾക്ക് കോടതിയെ സമീപിക്കാനോ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകാനോ സാധിക്കും. രാഹുൽ ഈശ്വറിന്റെ നിലവിലെ കേസും ഈ വിഷയവും തമ്മിലുള്ള ബന്ധം ഏറെ ശ്രദ്ധേയമാണ്. ഒരു അതിജീവിതയുടെ സ്വകാര്യത ലംഘിച്ചു എന്ന ആരോപണത്തിൽ നിയമ നടപടികൾ നേരിടുമ്പോൾ അദ്ദേഹം പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷന് വേണ്ടി വാദിക്കുകയാണ്. ഇത് ഒരുതരം പ്രതിരോധ രാഷ്ട്രീയം അല്ലെങ്കിൽ ഡിഫൻസീവ് പൊളിറ്റിക്സ് ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതായത് തനിക്കെതിരെ നിലവിലുള്ള നിയമങ്ങൾ തെറ്റായി പ്രയോഗിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുമ്പോഴാണ് നിയമപരമായ സംരക്ഷണം ആവശ്യമുള്ള പുരുഷന്മാരുടെ പ്രശ്നം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രമാണ്.
ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിയമ പോരാട്ടത്തിന് സാമൂഹികമായ ഒരു മാനം നൽകാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗം കൂടിയാവാം. ചുരുക്കി പറഞ്ഞാൽ പുരുഷ കമ്മീഷൻ എന്ന ആവശ്യം ഉയർത്തുന്നത് നിയമപരമായ ദുരുപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ നിലവിലുള്ള നിയമ സംവിധാനങ്ങളുടെ പരാജയമാണോ അതോ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി നിയമ സംരക്ഷണം നൽകുന്നതിലെ സാമൂഹികമായ ഔചിത്യമില്ലായ്മയാണോ ഇതിന്റെ യഥാർത്ഥ കാരണം എന്നതിനെ കുറിച്ച് തീർച്ചയായും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. പുരുഷന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന ആവശ്യം പ്രസക്തമാകുമ്പോഴും അതിനുള്ള പരിഹാരം ഒരു പ്രത്യേക കമ്മീഷനോ അതോ നിലവിലുള്ള നിയമ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. രാഹുൽ ഈശ്വർ അടക്കമുള്ള ചില വ്യക്തികൾ ശക്തമായി ആവശ്യപ്പെടുന്ന പുരുഷ കമ്മീഷൻ എന്ന ആശയം ഒറ്റ നോട്ടത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു സംരക്ഷണ മതിൽ എന്ന പ്രതീതി നൽകുന്നുണ്ട് എങ്കിലും ഈ ആവശ്യം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ സൗകര്യപൂർവ്വം മറക്കുന്നതോ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതോ ആയ ചില അടിസ്ഥാനപരമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്നല്ലേ? ഇന്ത്യൻ സമൂഹം ഇന്നും ഒരു പുരുഷാധിപത്യ വ്യവസ്ഥയിലാണ് നിലനിൽക്കുന്നത് എന്ന വസ്തുതയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മറക്കപ്പെടുന്ന സാമൂഹിക ഘടന നിയമനിർമ്മാണ സഭകൾ മുതൽ സാധാരണ തൊഴിലിടങ്ങൾ വരെ അധികാരം, സമ്പത്ത്, സ്വാധീനം എന്നിവയുടെ കാര്യത്തിൽ പുരുഷന്മാർക്കാണ് ഇപ്പോഴും മുൻതൂക്കമുള്ളത്. രാജ്യത്തെ നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ അവ നടപ്പിലാക്കുന്നതിൽ നീതിന്യായ വ്യവസ്ഥയിൽ ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിൽ പുരുഷാധിപത്യത്തിന്റെ സ്വാധീനം വളരെ വ്യക്തമാണ്. ഈ സാമൂഹിക ഘടനയിൽ സ്ത്രീക്ക് ചരിത്രപരമായും ഘടനാപരമായും വിവേചനം നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. വനിതാ കമ്മീഷനുകളും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക നിയമങ്ങളും അതിന് വേണ്ടിയുള്ളതാണ്. ഉദാഹരണത്തിന് ഗാർഹിക പീഡന നിയമം, സ്ത്രീധന നിരോധന നിയമം ഒക്കെ രൂപീകരിക്കപ്പെട്ടത് ഈ ഘടനാപരമായ വിവേചനത്തെ മറികടക്കാനും തുല്യത ഉറപ്പാക്കാനും വേണ്ടി തന്നെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ലിംഗപരമായ അസമത്വം അനുഭവിച്ച ഒരു വിഭാഗത്തിന് നിലവിലെ നിയമങ്ങളിലെ തുല്യത മാത്രം മതിയാവില്ല. അവർക്ക് സാമൂഹിക നീതി ഉറപ്പാക്കാൻ ഒരു പ്രത്യേക പരിഗണന ആവശ്യവുമാണ്. ഇതാണ് വനിതാ കമ്മീഷനുകളുടെ നിലനിൽപ്പിന്റെയും പ്രസക്തിയുടെയും കാതൽ പോലും. ദുരുപയോഗം എന്ന പ്രചാരണം പുരുഷ കമ്മീഷൻ വാദങ്ങൾ ശക്തിപ്പെടുത്തുന്നവർ പ്രധാനമായും ഉന്നയിക്കുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ ചില സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്നും അതിനാൽ ആ നിയമങ്ങൾ പുരുഷന്മാർക്ക് ഭീഷണിയാണ് എന്നതുമാണ്. ഏതൊരു നിയമവും ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ അവർ ദുരുപയോഗം ചെയ്തു എന്ന് വരും. അത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതായാലും പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതായാലും അത് ചെയ്തു എന്ന് വരും. എന്നാൽ അപൂർവം ചില ദുരുപയോഗ സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് ആ നിയമം മൊത്തത്തിൽ തെറ്റാണ് എന്നാണ് എല്ലാ സ്ത്രീകളും നിയമത്തിന് ദുരുപയോഗം ചെയ്യുകയാണ് എന്നുമുള്ള ഒരു പൊതുധാരണ ഇത്തരത്തിൽ സമൂഹത്തിൽ പടർത്താൻ ശ്രമിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. കുറ്റം ചെയ്തവർ മുഴുവൻ ഇത് തന്നെ പറയുകയും ചെയ്യും. രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ഇത്തരം വാദങ്ങൾ നിരന്തരം ഉന്നയിക്കുമ്പോൾ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യൽ തന്നെയാണ്. എല്ലാവരും കള്ളക്കേസ് കൊടുക്കുന്നവരാണ് എന്നൊരു ചിന്താഗതി സമൂഹത്തിൽ വളരുമ്പോൾ യഥാർത്ഥ അതിജീവിതകൾക്ക് നീതി തേടാനുള്ള ധൈര്യം കുറയുകയും അവരുടെ പരാതികൾ പോലും സംശയത്തോടെ മാത്രം വീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഇത് നിയമം ലക്ഷ്യമിടുന്ന സ്ത്രീ സുരക്ഷയെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യവുമാണ്. നീതിയുടെ വഴി നിയമപരമായ ദുരുപയോഗം നേരിടുന്ന പുരുഷന്മാർക്ക് നീതി ലഭിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണല്ലോ അല്ലെ? എന്നാൽ അതിനുള്ള പരിഹാരം സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി നിലവിലുള്ള നിയമങ്ങളെ ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ പുരുഷാധിപത്യ സമൂഹത്തിൽ യാതൊരു ഘടനാപരമായ വിവേചനവും നേരിടാത്ത പുരുഷന്മാർക്കായി ഒരു പ്രത്യേക കമ്മീഷൻ സ്ഥാപിക്കുകയോ അല്ല എന്നാണ് പറയാനുള്ളത്. തെറ്റായ കേസുകളിൽ പെടുന്ന പുരുഷന്മാർക്ക് നീതി ഉറപ്പാക്കാൻ നിലവിൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ കോടതികളിൽ ലഭ്യമാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് തള്ളിക്കളയാനും അതുപോലെ തന്നെ കള്ളക്കേസുകൾ നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും നിലവിലെ നിയമസംഹിതകളിൽ തന്നെ വകുപ്പുകളുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പുരുഷ കമ്മീഷൻ എന്ന ആവശ്യം സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെച്ചുകൊണ്ടുള്ളതും ഘടനാപരമായ അസമത്വങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങളെ ദുർബലപ്പെടുത്താൻ സാധ്യതയുള്ളതുമായ ഒന്നാണ്. പുരുഷന്മാരെ നിയമത്തിന്റെ ഇരകളായി മാത്രം ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്നും ഈ സമൂഹം ഭരിക്കുന്നത് ആരാണെന്ന അടിസ്ഥാനപരമായ സത്യം സൗകര്യപൂർവ്വം വിസ്മരിക്കപ്പെടുകയാണ് ഇവിടെ. ഇത് ലിംഗനീതി എന്ന ലക്ഷ്യത്തിന് വിപരീതമായി സഞ്ചരിക്കുന്ന ഒരു ചിന്താഗതി തന്നെയാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ.